നിവൃത്തികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. ജീവിതത്തിന് എത്ര മുഖങ്ങളാണ്. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ത്യാഗത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒക്കെ എത്ര മുഖങ്ങൾ. നാം എത്ര തന്നെ വേണ്ടെന്ന് വെച്ചാലും ഈ വേഷങ്ങൾ നിരന്തരം എന്നോണം നമ്മുടെ ജീവിതത്തിലേക്ക് അരങ്ങേറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നാം തന്നെ കെട്ടിയാടേണ്ടതായും വരും. ശാന്തവും മനോഹരമായി തോന്നുന്നതൊന്നും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത്ര സ്വച്ഛമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ജീവിതം സാക്ഷിയുടെ ഓരോ അധ്യായവും. പ്രവാസിയായിരുന്ന സുദർശനന്റെ ജീവിതത്തിന് എന്താണ് സംഭവിച്ചത്? കെട്ടുകഥകളേക്കാൾ അവിശ്വസനീയമായ വിചിത്രമായ ജീവിതം. പുതിയൊരു കഥയിലേക്ക്, ജീവിതം സാക്ഷിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസം ഒരാളിന് നൽകുന്നത് ഏതുതരം ജീവിതമാണ്? സുദർശൻ ഒരു പ്രവാസിയായിരുന്നു. നാടിന്റെ പച്ചപ്പിലേക്കും ബന്ധങ്ങളുടെ ശീതള ഛായയിലേക്കും മടങ്ങി വരാൻ കൊതിച്ച അയാൾക്ക് വിധി കരുതി വെച്ചതെന്ത്? ഭാര്യ പിരിയാൻ കാരണം എന്തായിരുന്നു? ഓൾറെഡി ഭാര്യ പിരിഞ്ഞിട്ടില്ല. ആ, പിന്നെ എവിടെയാ ഭാര്യ? എവിടെയാ ഇപ്പൊ ഭാര്യ മറ്റൊരാളുടെ രണ്ടാം ഭാര്യയായിട്ട് താമസിക്കുന്നുണ്ട് ഒരിടത്ത്. നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുടെ രണ്ടാം ഭാര്യയായിട്ട് ജീവിക്കുന്നു. എന്താ അതിന്റെ സാഹചര്യം? സൗദിയിൽ വെച്ച് എനിക്ക് സംഗീതയെ അറിയത്തില്ല, കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. സംഗീതയുടെ പേരിങ്ങനെയാണോ ഇങ്ങനെയൊന്നും അറിയത്തില്ല. സംഗീത അറിയുന്നത് നാട്ടിൽ വെച്ചാ. പക്ഷെ പോലീസുകാരൊക്കെ വന്ന് കള്ളവാറ്റുള്ളത് കാരണല്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? ഇല്ല, അതൊക്കെ ഒരു പ്രചരണം ഉണ്ടാക്കിയതാ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കുകയും കുട്ടികളാവേ 6 വർഷമായിട്ട് അവിടെ വന്ന് സാധനങ്ങൾ സഹിതം എല്ലാം തൊണ്ടി അടക്കം എടുത്തോണ്ട് പോയല്ലോ പോലീസുകാർ. ഇല്ല. സുദർശൻ ആവർത്തിച്ചു പറയുന്ന താഹിറയുടെ സുഹൃത്ത് സഫിയയ്ക്ക് സുദർശനെ പരിചയമുണ്ടോ? സഫിയ ഫോണിലൂടെ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഇതാ ആ സംഭാഷണത്തിലേക്ക്. താഹിറയുമായുള്ള പരിചയം. സൗദിയിൽ വെച്ചിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തോടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് സംസാരിച്ചതിൽ അവളിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു. എന്ത് ചെറിയ പ്രശ്നം ഉണ്ടാവത്താന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ സഹായിക്കാൻ, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തുതരാന്നുള്ളൊരു വാക്ക് ഞാൻ അവളോട് പറഞ്ഞു. പിന്നെ അവള് നാട്ടിലേക്ക് പോരുന്ന സമയത്ത് ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പൈസ കൊണ്ടും സഹായിച്ചു. ഞാൻ എന്റെ വീട്ടിലെ അഡ്രസ്സും കൊടുത്ത് അവളെ ഇങ്ങോട്ട് കയറ്റി വിട്ടു. സുദർശനുമായുള്ള പണമിടപാടിനെ കുറിച്ച്. സുദർശനുമായിട്ട് ഒരു പണ ഇടപാടുകളും നടത്തിയിട്ടില്ല. ഈ വ്യക്തിനെ പരിചയമില്ല, അറിയില്ല. അവന് വിജയത്തിന് വേണ്ടിയിട്ട് അവൻ പലതും പറയും. അതിപ്പോ നമ്മൾ തർക്കിക്കാനും ആളല്ല. ഞാൻ ഈ വ്യക്തിനെ കണ്ടിട്ടുമില്ല, ഇതെങ്ങനത്താന്നും അറിയില്ല, ആളെ ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നുമില്ല അവനോട്. താഹിറ ഗർഭിണിയായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം അവളിലില്ല. അവള് ഗർഭിണിയല്ലായിരുന്നു. അവിടുന്ന് വരുമ്പോഴും ഞങ്ങളെ വീട്ടിൽ നിന്നിട്ട് പോകുന്നത് വരെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കൊല്ലത്തിന് ശേഷം അവള് ഞങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൾ 2-3 മാസം ഗർഭിണിയായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിലേക്ക് വന്ന വിവരം അറിഞ്ഞ് അവൾ എന്നെ കാണാൻ വന്നതാ. അവള് ഈ നാട്ടിൽ വന്നിട്ട് അവൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബിജു പറയുന്ന താഹിറ ഗർഭിണിയാണെന്നും എൻ്റെ വീട്ടിൽ ചാപ്പിള്ളയെ പ്രസവിച്ചെന്നും പറയുന്നു. അങ്ങനെ ഒരു സംഭവം എൻ്റെ വീട്ടിൽ ഇതുവരെ നടന്നിട്ടില്ല. അവൾ പോകുന്നത് വരെ നടന്നില്ല. അവൾ ഗർഭിണിയല്ല. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൾ ഗർഭിണിയല്ല. സത്യമാണോ അതൊക്കെ? ഇപ്പൊ ഈ ബേക്കറിക്കാരെ എന്നെ വിളിക്കാറുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. വിളിച്ചു സംഗീത ഫോൺ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ കൂടെ വരുമ്പോഴൊന്ന് പറയണ ഞാൻ വിളിച്ചൊന്നു ഇന്നത് പറയണമൊക്കെ പറയും. ആ ബേക്കറിക്കാരൻ്റെ ഭാര്യയ്ക്ക് അറിയാമോ ഇവർ തമ്മിലുള്ള ബന്ധം? ഇപ്പഴറിയാമായിരുന്നു, ഇപ്പൊ അറിയാം. അപ്പൊ അറിയില്ലായിരുന്നു. അറിയില്ല എന്ന് വേണം ധരിക്കാം. നമുക്ക് ഇതിന്റെ ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് വീട് മാറിപ്പോയി താമസിച്ചു. അവിടുന്ന് 4 കിലോമീറ്റർ താമസിച്ചു. ആര് മുഖേന വീടെടുത്തെന്ന് വെച്ചപ്പോൾ ഈ ധന്യ സൂപ്പർ മാർക്കറ്റിലെ പെൺകുട്ടികൾ എപ്പോഴും വീട്ടിൽ വരും, ഞങ്ങൾ വിളിക്കുകയും ചെയ്യും. അവിടുത്തെ പെൺപിള്ളേർ മുഖേന ഈ വീടെടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞ അനുസരിച്ചാണ് അങ്ങോട്ട് മാറുന്നത്. മാറാൻ ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ ഇഷ്ടപ്രകാരമാണ് മാറിയത്, ഇല്ലാന്ന് പറയുന്നില്ല. അവിടെ മാറി താമസിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്? മാറി താമസിക്കുന്ന സമയത്ത് ആ വീട്ടിൽ 8 മാസം കഴിഞ്ഞപ്പോൾ ആള് ഗർഭിണിയായി.